കൊല്ലത്ത് പഴയ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരന്ത നിവാരണ സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഇടപെട്ടു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം PWD ദേശീയപാത വിഭാഗം സ്റ്റോപ്പ് മെമ്മോ നൽകി. റെയിൽവേ ചീഫ് എഞ്ചിനീയറോട് ജില്ലാ കളക്ടർ മുൻപാകെ ഹാജരാകാനും നിർദ്ദേശിച്ചു. കൈരളി ന്യൂസാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പഴയ ദേശീയപാതയിൽ വിള്ളൽ റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഭൂമിയിൽ 15 മീറ്റർ ആഴത്തിൽ റോഡിനോട് ചേർന്ന് യാതൊരു അനുമതിയോ മുന്നറിയിപ്പോ ഇല്ലാതെയാണ് ഭൂമിയിൽ നിന്ന് മണ്ണ് നീക്കി ഭൂഗർഭ വാട്ടർ ടാങ്ക് നിർമ്മാണം. അതേസമയം കൈരളി വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ് ദുരന്ത നിവാരണ ചട്ടപ്രകാരം അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നിർത്തി വെപ്പിക്കാൻ പൊതുമരാമത്ത് NH വിഭാഗത്തോട് നിർദ്ദേശിച്ചു. ഇതുപ്രകാരം പൊതുമരാമത്ത് NH വിഭാഗം റെയിൽവേക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. റെയിൽവേ ചീഫ് എഞ്ചിനീയറോട് കൊല്ലം ജില്ലാ കളക്ടർ മുമ്പാകെ ഹാജരാകാനും നിർദ്ദേശിച്ചു. പൊതുമരാമത്ത് NH വിഭാഗം ഉദ്യോഗസ്ഥർ വിള്ളൽ വീണ റോഡും റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണങ്ങളും നേരിട്ട് കണ്ടു. മണ്ണ് ഇടിയാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പോരെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിള്ളൽ കണ്ടെത്തിയ റോഡിലൂടെയാണ് കൊച്ചിയിൽ നിന്ന് പാരിപ്പള്ളി IOC ഗ്യാസ് പ്ലാന്റിലേക്ക് ബുള്ളറ്റ് ടാങ്കറിൽ ഗ്യാസ് ഉൾപ്പെടെ ഭാരമേറിയ കൂറ്റൻ ചരക്ക് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത്. എന്നാൽ നാട്ടിലെ നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാടാണ് റെയിൽവേയുടേത്. റെയിൽവേയുടെ സ്ഥലത്ത് നഗരസഭയ്ക്ക് പരിശോധന നടത്താൻ അനുമതി ഉണ്ടായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് ആമയഴിഞ്ഞാൻ തോടിൽ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. പോലീസ് PWDക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നത്തിൻ്റെ ഈ അപകടം ഇതുണ്ട്, അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് ഈ PWD അധികൃതർക്ക്, അതായത് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറും ഇതിൽ ഇടപെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.